ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 6:45. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ട് പോണേ? തെങ്കാശി പോകാമെന്ന് വിചാരിച്ചിരിക്കണേ. അവിടെ വരെ എത്തിയാൽ നമ്മൾ അവിടെ നിന്നൊരു വ്ളോഗ് എടുക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ശ്രീകാര്യം വരെ എത്തിയുള്ളൂ. അപ്പോഴേക്കും നമുക്ക് വിശന്ന് എത്താവുന്ന ഡൗട്ടാ തമിഴ്നാട് വരെ. എന്തായാലും ഒരു സ്റ്റാർട്ടർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി നമ്മൾ ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു 3 ലഞ്ച് കഴിക്കും. അങ്ങനെയല്ലേ? അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ചായ എത്ര പ്രാവശ്യം കുടിക്കും? 2 പ്രാവശ്യം. ഗൈസ്, നമ്മള് വണ്ടി ഓടിച്ച് എവിടേക്കോ എത്തിയിരിക്കുകയാണ്. കൊറേ മലയൊക്കെ ഉണ്ട് ഇവിടെ, വേറെ ഇതൊന്നുമില്ല. അപ്പൊ അനന്തനൊക്കെ വരുന്നുണ്ട്. ദേവൻ വരുന്നു. എല്ലാരും എത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെവിടേക്കോ എത്തി. നമ്മളിനി 1.5 മണിക്കൂറിൽ എവിടെയെങ്കിലൊക്കെ എത്തുമെന്നാണ് നമ്മുടെ ഒരു നിഗമനം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതോ ഒരു ആ മലമുകളിലുള്ള അമ്പലത്തിലെത്തിയിട്ടുണ്ട്. പുറകിൽ പയ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മലയുടെ മുകളിലോട്ടൊന്ന് പോയി നോക്കാം. ബൈക്ക് കയറ്റാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ബൈക്ക് പോകണോടത്തോളം നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. ഏറ്റവും മുകളിലെത്തിയില്ല, ഏറ്റവും മുകളിൽ അമ്പലമാണ്. ബൈക്ക് വരാവുന്ന സ്ഥലം വരെ നമ്മുടെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബൈക്ക് വരാവുന്ന സ്ഥലം വരെ നമ്മളെത്തി. ഇനി മുകളിൽ എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. ബാക്കി മുകളിൽ പോയിട്ട് ഗൈസ്, നമ്മൾ ഈ അമ്പലത്തിന്റെ മുകളിൽ, മലയുടെ മുകളിൽ അമ്പലത്തിന്റെ മുകളിലത്തെ മലയിലെത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലം. ഇതാണ് അമ്പലം. നമ്മത് തമിഴ്നാട് സ്റ്റൈൽ അമ്പലം അല്ലേ? ദ്രാവിഡ ശൈലിയിലുള്ള അമ്പലമാണ്. നമ്മളിപ്പോൾ അമ്പലത്തിന്റെ മുറ്റത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പാൻറ് ഇട്ട് കയറ്റൂല എന്നുള്ളൊരു വിഷയമുള്ളതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. നമ്മൾ പുറത്ത് നിന്ന് തൊഴുതിട്ടങ്ങ് കണ്ടിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ കമ്മ്യൂണിസ്റ്റ് അല്ലേ? അതെ, നമ്മളെ എത്തിയിസ്റ്റാണ് എല്ലാവരും. പക്ഷെ നമ്മുടെ സംസ്കാരങ്ങളെ നമ്മൾ ബഹുമാനിക്കും. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ കയറാറുണ്ട്. അത് വിട്ടിട്ടൊരു കളിയില്ല. ഇത് ദ്രാവിഡ ശൈലിയിലുള്ള ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട ഗോപുരം കാണാം. അതിന് മുന്നായിട്ട് മുരുകൻ്റെ ഒരു വേലിൻ്റെ ഒരു രാത്രി ലൈറ്റ് കത്തുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങൾ മുന്നിൽ. മുരുകൻ്റെ അമ്പലം എന്ന് തോന്നുന്നു. ഇവിടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ഒരു പാടം കാണാം. നല്ല വ്യൂ ആയിരുന്നു. അതെ, ആ ഭാഗത്തേക്ക് നല്ലൊരു പാടങ്ങൾ, തെങ്ങിൻ തോക്കുകളാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മുടെ കേരളത്തിലെ പോലെ ഇവിടെ ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. പക്ഷെ വേറെ ടൈപ്പിലെ ഡിസൈനൊക്കെ ചെയ്തേക്കണം. ആർക്കിടെക്ചറൊക്കെ വേറെ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇനി നമ്മൾ അടുത്തായിട്ട് സ്പെഷ്യലായിട്ട് മറ്റേ റഹ്മത്ത് ബോർഡർ ചിക്കൻ കഴിക്കാൻ പോവാണ്. അതൊന്ന് ട്രൈ ചെയ്യാൻ പോണേ, തമിഴ്നാട്ടിൽ വന്നിട്ട് അല്ലേ? അതെ അതെ, അത് ട്രൈ ചെയ്തതിന് മോശം. അതെ, നമ്മളിവിടെ എത്തിയിരിക്കുന്ന ബോർഡർ പൊറോട്ട, റഹ്മത്ത് പൊറോട്ട സ്റ്റാർ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ നിന്ന് കഴിച്ചു വന്നു. അതെ, വളരെ ഓവർ റേറ്റഡ് ആണ്. ഒരു ബിരിയാണിക്ക് 260 രൂപയാണ്. കൊള്ളില്ല. അത് കുറച്ച് നെയ്ച്ചോറിനകത്തൊരു ഇറച്ചിയും കരിക്ക് വെച്ചങ്ങ് തന്നിട്ട് ആകെ ഒരാത്തന്നെ നമ്മളെ കൊണ്ട് ഇല ഇടിപ്പിച്ചു. ഇലയും പിടിപ്പിച്ച് നമ്മളെ പോലത്തെ ജന്മിമാരെ കൊണ്ട് ഇലയൊക്കെ ഇടിപ്പിച്ചെന്ന് വെച്ചാൽ. പിന്നെ അത് മാത്രമല്ല, ബിരിയാണി ആണെങ്കിൽ റൈസും ഒരു ലെഗ് പീസും പിന്നെ ബോർഡർ ചിക്കൻ മാത്രം എടുത്താൽ 2 ബോർഡർ ചിക്കൻ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ പൊറോട്ട കഴിച്ച് പറ്റിപ്പാണ് 15 രൂപയ്ക്ക് ഇത്ര പൊറോട്ട. റൈസ് മതി, ഒരു ടേസ്റ്റ്. ഞാൻ റൈസ് പിന്നെ പൊറോട്ടയാണ് പറഞ്ഞത്, 2 ടേസ്റ്റ് ഒന്നുമില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ റോസ് മല എത്തിയിരിക്കുകയാണ്. 83 രൂപ ടിക്കറ്റ്. നമുക്കതിന് വലിയ നേരത്തെ എന്താന്ന് പറയാ, കഴിഞ്ഞ 1 വർഷം മുമ്പ് 70 രൂപയായിരുന്നു. ഡിമാൻഡുള്ള സ്ഥലമാണ് റേറ്റ് കൊടുക്കുന്നത്. 10 രൂപയുടെ കാര്യം ഉള്ളൂ ശരിക്കും. കുഴപ്പമില്ല. എടാ, അതിൽ കമ്പി വലിച്ചെന്ന് കയറില്ലേ? ദേവനിപ്പത്തിന്ന് കയറിയാന്. അതല്ല വഴി, ഇതാ വഴി. നമ്മുടെ ദേവന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, അതുകൊണ്ടാ. മലയാളം അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഒന്നും അറിയത്തില്ല. എടാ, ദേവന്റെ ഇരട്ടപ്പേര് എന്തുവാടാ? അഭിത്തെ പറയടാ. ക്യൂട്ടി ക്യൂട്ടി എന്നാ ഞങ്ങൾ വിളിക്കാറ്. ഇംഗ്ലീഷ് അവന്മാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കില. നല്ല ചീവിടിന്റെ ശബ്ദം. നല്ലൊരു കടയുണ്ട്, നല്ല ലൈമൊക്കെ ഇട്ടുണ്ട്. ഇവിടെ നിറച്ച് പാറയാണ്, അതാണ് നമ്മൾ ഇത്ര കയറാൻ ഇത്ര സ്ലോ.
പാമ്പും ഇതൊന്നുമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്ന വഴിക്ക് കാട്ടുപോത്തിനെ കാണാനുണ്ടായിരുന്നു, ആരും പേടിക്കുന്നുണ്ട്. അനന്തരം അത് ഇത്തിരി എടുത്ത് പോക്കലിട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, നമ്മളൊന്നും ചോദിക്കാറില്ല. ആയുർവേദത്തിലുണ്ടോ പ്രാധാന്യമുള്ളതൊക്കെ എല്ലാവരും അണച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. എല്ലാവർക്കും നല്ല പ്രായം. വയ്യാതെയായി. ഞങ്ങൾക്കല്ല, ഞങ്ങൾ അണയ്ക്കുന്നൊന്നുമില്ല. ട്രക്കിംഗ് ദുഃഖമാണുണ്ണി, ഉറക്കമല്ലോ സുഖപ്രദം. നല്ല പാടാണ്. എന്തോ ഒരു സാധനമൊക്കെ ഇത് ഫോറസ്റ്റുകാരുടെ അതിരുകൾ. ഇതിന്റെ ഏതെങ്കിലും ഒരു വർഷം അപ്പുറത്തേക്ക് അതൊന്നുമല്ല. ഇത് പണ്ട് കാലത്ത് പരശുരാമൻ ഇവിടെ വന്നപ്പോൾ പണിതാണ്. കേരളത്തിന്റെ അതിർത്തി എവിടെയോ എത്തി. അതാണ് വ്യൂ പോയിന്റ്. ഇവിടെ നല്ല വ്യൂ ആണ്. ഡാം എന്തുകൊണ്ടോ കാണിച്ചു തരാം. രക്ഷയില്ല ഗൈസ്, ഭയങ്കര വ്യൂ ആ. ഇത് ഡാമിന്റെ വൃഷ്ടിപ്രദേശമാണെന്ന് തോന്നുന്നു. ഏതാ ഡാമെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ചേട്ടൻ ചോദിച്ചിട്ട് വന്നേക്കാം. ചോദിച്ചു വരാം. പറ. തെന്മല ഡാമിന്റെ വൃഷ്ടിപ്രദേശം. വെള്ളം കിടക്കുന്നതാണ്. വെള്ളം കുറവാണ്. ഒരു ഇതിന്റെ വ്യൂ പോയിന്റിലേക്ക് കയറാം. ഇരുമ്പിന്റെ പ്രദേശമാണ്. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പൊ നമ്മള് റോസ്മലയിൽ ഇറങ്ങാൻ പോണേ. എന്തെങ്കിലും പറ. കിട്ടുന്ന സ്ഥലമാണ്. നല്ല വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സമാധാനത്തിലിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. കൗട്ട എന്തെങ്കിലും പറയടാ. വയ്യാതായടാ ഗായ്സ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവിടെ നമ്മളെല്ലാവരും പേരെല്ലാം വിളിക്കാം. ഇത് തന്ത, ഇത് കൂതി, ഇത് കൗട്ട.